അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രദേശത്തും പരിസരങ്ങളിലുമായി ഈ പരിപാടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പവിത്രമായ പരിശുദ്ധമായ ആദർശം കളങ്കപ്പെടുത്താതെ കൃത്രിമത്വത്തിന് വിധേയമാക്കാതെ യഥാവിധി സമൂഹത്തിന് പറഞ്ഞുകൊടുക്കുക, പകർന്നു കൊടുക്കുക, സമൂഹത്തെ പഠിപ്പിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ, സംഗമങ്ങൾ നടത്തപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് മതത്തിൻ്റെ അകത്തുള്ള ഓരോ വിഷയങ്ങളെയും ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമാക്കപ്പെടാറുള്ളത്. മതപരമായ വിഷയങ്ങളിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുമ്പോൾ അതൊന്നും പരിഹരിക്കപ്പെടുകയില്ല. തർക്കങ്ങളിൽ മാത്രം തളച്ചിടപ്പെടുന്ന അവസാനിക്കാത്ത കാര്യങ്ങളായി അവശേഷിക്കുക മാത്രമാണ് ഉണ്ടാവുക എന്ന നിലക്ക് ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരുമൊക്കെ സമൂഹത്തിലുണ്ട്. ഇസ്ലാം എന്ന മഹത്തായ സന്ദേശത്തെ സംവിധാനിച്ചവനും നൽകിയവനും ആരാണോ ആ സ്രഷ്ടാവും സംരക്ഷകനുമായിട്ടുള്ള അല്ലാഹു
നമുക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ് ഓരോ വിഷയങ്ങളിലും പല കാരണങ്ങളാലും സാഹചര്യങ്ങളാലും പലരുടെയും ഇടപെടൽ നിമിത്തവും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നത്. അത്തരം സാഹചര്യങ്ങൾക്ക് സാക്ഷികളാകുമ്പോൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശവും അധ്യാപനവും എന്താണ്? സമാനമായ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മറുപടികൾ, ഉത്തരങ്ങൾ എന്താണ്? അതെല്ലാം പരതിയും പരിശോധിച്ചുമാണ് പ്രശ്നങ്ങളിൽ നിന്ന്, അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, മോചിപ്പിക്കാൻ എല്ലാ കാലഘട്ടങ്ങളിലും പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ തർക്കമായും പ്രശ്നമായും കുഴപ്പമായുമൊക്കെ കാണുന്നവർ അള്ളാഹുവിൻ്റെ ദീനിനോട് ആദരവും ബഹുമാനവും സ്നേഹവും ഇല്ലാത്തവരാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ അടിസ്ഥാന ആശയമായിട്ടുള്ള തൗഹീദിനും ഭംഗം വരാത്ത വിധം ആ ആശയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും വൈജ്ഞാനികമായും പണിയെടുക്കുക, പരിശ്രമിക്കുക എന്നത് യഥാർത്ഥ മുസ്ലിമിൻ്റെ വിശ്വാസിയുടെ മേൽ ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും ശ്രദ്ധയോടെ കേൾക്കാനും മനസ്സ് തുറന്ന് സ്വീകരിക്കാനും കണ്ണടക്കാതെ ഉൾക്കൊള്ളാനുമുള്ള ഒരുക്കമാണ് വിശ്വാസികളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ മഹത്വത്തെയും അതിൻ്റെ വക്താക്കൾക്കുള്ള, പ്രചാരകർക്കുള്ള സ്ഥാനത്തെയും അത് ഏറ്റെടുക്കുന്നവർക്കുള്ള മഹത്വത്തെയും വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതും പഠിപ്പിച്ചതും കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്നതിന് ആദ്യത്തെ സാക്ഷി അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ മാത്രം അവകാശവും മറ്റൊരാൾക്കും ഇടപെടാനും ബന്ധപ്പെടാനും കഴിയാത്ത വിധം അല്ലാഹുവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാന കാര്യമാണ് ആരാധ്യൻ അല്ലാഹു മാത്രം. ആരാധന അവൻ്റെ മാത്രം അവകാശം. ഇതിൻ്റെ ആദ്യത്തെ സാക്ഷി അല്ലാഹുവാണ്. വൽ മലായിക, രണ്ടാമത്തേത് അല്ലാഹുവുമായി അടുത്തു നിൽക്കുന്ന സാമീപ്യമുള്ള അവൻ്റെ സൃഷ്ടികളിലെ മലക്കുകളാണ്. മൂന്നാമത്തേത് വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, നീതിയോടെ
നിലനിന്നതായ അറിവുള്ള ആളുകളാണ്. ഉലുൽ ഇൽമ് അറിവുള്ളവർ എന്നതിൻ്റെ വിവക്ഷ, അതിൻ്റെ താൽപ്പര്യം, അതിൽ പ്രഥമ സ്ഥാനം ഏറ്റവും ആദ്യത്തിൽ വരുന്നവർ ലോകത്ത് കടന്നു വന്നിട്ടുള്ള നിയോഗിതരായിട്ടുള്ള പ്രവാചകന്മാരാണ്. രണ്ടാമത്തേത് ആ പ്രവാചകന്മാരുടെ അനുചരന്മാരായി അനുയായികളായി ഉണ്ടായവരാണ്. പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെയും അതിൻ്റെ വിധികളെയും വിലക്കുകളെയും കൃത്യമായി മനസ്സിലാക്കി പോന്നിട്ടുള്ള വിവേകമതികളായ പണ്ഡിതന്മാരാണ്. അവർക്കെല്ലാം ശേഷം എത്രയോ താഴെയാണ്, അടിയിലാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായ നാം എല്ലാവരും ഉള്ളത്. അത്രത്തോളം മഹത്വവും പ്രാധാന്യവും വിലയുമുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം. ഇതിൻ്റെ അടിവേരുകൾ ഉറച്ചു പോയതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവനും ഈ സാക്ഷ്യവാക്യത്തെ ഇളക്കിയെടുത്ത് എറിയാൻ ശ്രമിച്ചാലും യാതൊരു അനക്കവും ആട്ടവും അതിനുണ്ടാവുകയില്ല എന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അടിയുറച്ച വാക്ക് എന്നാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിൻ്റെ വേരുകൾ ഉറച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ശിഖിരങ്ങൾ, അതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഒരാൾക്കും വെട്ടിമാറ്റാനോ മുറിച്ചു കളയാനോ സാധിക്കാത്ത വിധം ഉറച്ചു പോയിട്ടുള്ള മഹത്തായ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമത്തിൽ നിന്നാണ് വ്യതിയാനം പറ്റിയവർക്കെല്ലാം അപകടത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകേണ്ടി വന്നത്. ഈ അടിസ്ഥാനം വിട്ടുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ആളുകൾ പല നേതാക്കന്മാരുടെയും കീഴിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചതിൻ്റെ അനന്തരഫലമാണ് മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത പേരുകളിൽ ഓരോ വിഭാഗങ്ങൾ ചെറുതും വലുതുമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷതം പറ്റിയത്, അപകടം സംഭവിച്ചത് ഈ മഹത്തായ കലിമത്തിൻ്റെ അർത്ഥത്തെയും ആശയത്തെയും ഉൾക്കൊള്ളുന്നിടത്തും പറയുന്നിടത്തും വിശദീകരിക്കുന്നിടത്തുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന് ഇക്കാലമത്രയും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ പറഞ്ഞതും സ്വീകരിച്ചതുമായിട്ടുള്ള അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു മാത്രം എന്നതാണ്. ആരാധിക്കപ്പെടുക എന്നത്, ആരാധ്യൻ എന്നത് അല്ലാഹു മാത്രം. അതാണ് ഇലാഹ് എന്നതിൻ്റെ മർമ്മം. ആ മർമ്മത്തിൽ നിന്ന് തെറ്റുക, വ്യതിചലിക്കുക എന്നത് മറ്റു പല ആശയങ്ങളോടും വിശ്വാസങ്ങളോടും അതുപോലെ തന്നെ ആദർശങ്ങളോടുമുള്ള ഇഷ്ടം മാത്രമാണ്. ആ ഒരു കാരണം മാത്രമാണ് ആരാധനക്കർഹൻ അല്ലാഹു എന്ന തത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ തടസ്സമായിട്ടുള്ളത്.
എന്താണ് അത്തരം ആശയങ്ങളുടെ കുഴപ്പം? അതൊന്നും അള്ളാഹുവിൽ നിന്ന് വന്നതല്ല. അള്ളാഹു തന്നതും പഠിപ്പിച്ചതുമായ യഥാർത്ഥ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ മറയാക്കി മറ്റു പല താല്പര്യങ്ങൾക്കും പുതിയ ആശയങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ്, ഉണ്ടാക്കി എന്നതാണ് അവർക്കെല്ലാം സംഭവിച്ച പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തത്വത്തിലേക്കാണ് ആദ്യമായി തൻ്റെ കുടുംബം അടങ്ങുന്ന ഖുറൈശി ഗോത്രത്തെ വിളിച്ചത്. വേറെ ഒന്നിലേക്കുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യത്തെ കൽപ്പന ഉണ്ടായത് കുടുംബത്തെ ഈ വിഷയമൊന്ന് കേൾപ്പിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട്, നിങ്ങൾക്കിതാ ഒരു റബ്ബുണ്ട്, ഒരു ഖാലിഖുണ്ട്, സൃഷ്ടാവുണ്ട്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, അതുപോലെ തന്നെ പരിപാലിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നിങ്ങൾ അംഗീകരിക്കണം, ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല അവിടുന്ന് ആദ്യമായി അവരോട് പറഞ്ഞത്. അതായിരുന്നെങ്കിൽ അവർക്ക് എതിർപ്പുണ്ടാവുകയില്ല, അവരിൽ ഒരാൾ പോലും മുഖം ചുളിക്കുകയില്ല. അവർ ഒന്നടങ്കം വിമുഖത കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന അപകടം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ്? ലോകത്തിൻ്റെ റബ്ബും ലോകത്തിൻ്റെ ഖാലിഖും ലോകത്തിൻ്റെ മുദബ്ബിറും ലോകത്തിൻ്റെ വക്കീലും അള്ളാഹുവാണെന്ന അറിവും വിശ്വാസവും അവർക്കുണ്ടായിരുന്നു. ആവശ്യമാകുന്ന സമയത്ത് മഴ നൽകുന്നവൻ, വിശപ്പുട അടക്കാനുള്ള അന്നം നൽകുന്നവൻ, അതുപോലെ തന്നെ അവരുടെ യാത്രകളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തവൻ എല്ലാം അള്ളാഹുവാണ് എന്ന വിശ്വാസം അറിഞ്ഞവരും അംഗീകരിച്ചവരുമായിരുന്നു അവർ. എന്നാൽ ഇതെല്ലാം സംവിധാനിച്ച, ഇതെല്ലാം കൃത്യമായി സജ്ജീകരിച്ച ആ ഏക ആരാധ്യനെ ആരാധിക്കണം, അത് വേറെ ഒരാൾക്കും കൊടുക്കരുത്, അതൊരു സൃഷ്ടിയുടെയും ഒരു വസ്തുവിൻ്റെയും മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കരുത്. ഇതാണ് അവർക്ക് ദേഷ്യമുണ്ടാക്കിയത്. അതാണ് കൂടുതൽ വെറുപ്പിലേക്കും വിദ്വേഷത്തിലേക്കും അവരെ നയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നോക്കി ശപിക്കപ്പെട്ടവൻ, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമുണ്ടടോ എന്ന് ആ കുടുംബക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയാൻ കാരണമായത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് അംഗീകരിക്കണം, അനുസരിക്കണം എന്ന ഒറ്റ കാര്യമാണ്. അതവർക്ക് വല്ലാത്ത അത്ഭുതമുള്ള, ആശ്ചര്യമുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ ഇടയായത്? അവർ ശീലിച്ചതും അവർക്ക് കൈമാറി കിട്ടിയതും അവരിൽ മാറ്റപ്പെട്ടതുമായ ഒരാശയം അവിടെ ഉണ്ട്. ആ ആശയം ഏതായിരുന്നു? ലാത്തയും ഉസ്സയും മനാത്തയുമാകുന്ന മനുഷ്യനിർമ്മിത വസ്തുക്കൾ ആരാധിക്കപ്പെടുക, പൂജിക്കപ്പെടുക, അതുപോലെ തന്നെ അവക്ക് മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കപ്പെടുക എന്ന ഒരു പ്രശ്നമായിരുന്നു. അംർ ഇബ്നു ലുഹൈ എന്ന ശപിക്കപ്പെട്ട ഒരുത്തനിലൂടെ പിശാചിന്റെ ഇടപെടൽ കാരണം ഒരു തെറ്റായ, വഷളായ ഒരാശയം അവിടെ ഉണ്ടായി വരികയാണ്. അംർ ഇബ്നു ലുഹൈ എന്ന മനുഷ്യൻ കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു എന്ന ഇസ്ലാമിൻ്റെ ആ തൽബിയത്ത് ഉച്ചരിച്ചുകൊണ്ട് കഅബയെ തവാഫ് ചെയ്യുന്നു. നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്നാണ് അംർ ഇബ്നു ലുഹൈ അവിടെ വെച്ച് പറഞ്ഞത്. അത് പറയുന്ന ആ സമയം അയാളുടെ മുമ്പിൽ നിന്ന് തൽബിയത്തല്ലാത്ത ഒരു വരി കേൾക്കുകയാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഒരു പങ്കാളി ഉണ്ട്, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയവൻ നീയാണ്, നീ എന്തൊക്കെയോ ആ പങ്കാളിക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു പങ്കാളി നിനക്കുണ്ട്.
ഇതിങ്ങനെ കേട്ടപ്പോൾ അംർ ബിൻ ലുഹൈന്റെ ചോദ്യം അങ്ങനെ ഇല്ലല്ലോ എന്നാണ്. അങ്ങനെ ഉണ്ടെന്ന നിലക്ക് ശൈത്വാൻ അംർ ബിൻ ലുഹൈനെ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിച്ച കാര്യം ഖുറൈശികളെ കേൾപ്പിക്കുകയും അവരെ ത്വര്യപ്പെടുത്തുകയും അവർക്ക് നന്നാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഒരു പ്രത്യേക ആശയം രൂപപ്പെട്ടു വരുന്നത്. അംർ ബിൻ ലുഐ എന്ന വ്യക്തിയിലൂടെ കൊടുത്ത കഴിവിൽ നിന്ന്, അതല്ലെങ്കിൽ സ്വയം കഴിവ് ആർക്കുമില്ല എന്ന നിലക്ക് ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കളോട് കാര്യങ്ങൾ ചോദിക്കാം എന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മാറ്റപ്പെടുകയാണ്. ലാത്തയും ഉസ്സയും മനാത്തയുമൊക്കെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന സഹായത്തിന് വിളിക്കപ്പെടുന്ന അവസ്ഥ അവിടെ വ്യാപകമാവുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അക്കാലത്തുള്ള ആളുകൾ പറഞ്ഞ ഓരോ കാരണങ്ങളെയും പ്രത്യേകം എടുത്തു പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതിലൊന്നായിരുന്നു കാലങ്ങളായി കൈമാറിക്കിട്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. അതൊരിക്കലും ഞങ്ങൾക്ക് വഴിയിലിട്ട് പോകാൻ ഒഴിവാക്കാൻ സാധിക്കില്ല. മറ്റൊന്നായിരുന്നു ഹാ ഉലായി ശുഫാഉന ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരായി ഇത്തരം ആരാധ്യ വസ്തുക്കൾ ഉണ്ടാകും എന്ന വിശ്വാസം. അതുപോലെ തന്നെ യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള മാധ്യമങ്ങളാണ്, മധ്യവർത്തികളാണ് ഇതെല്ലാം എന്ന വിശ്വാസം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ നിരത്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ തെറ്റിക്കപ്പെട്ടത്. അത് വ്യത്യസ്തരായ ആളുകൾ സ്വീകരിച്ചു പോരുകയും അതിന് നേതൃത്വം കൊടുക്കുന്നവരായി ലോകാടിസ്ഥാനത്തിൽ ഷിയാക്കളും സൂഫികളുമെല്ലാം വളർത്തപ്പെടുകയും ഓരോ പ്രദേശങ്ങളിലേക്ക് അവർ നിയമിക്കുന്ന, അവർ നിർദ്ദേശിക്കുന്ന ആളുകളിലൂടെ അതെല്ലാം നീക്കപ്പെടുകയും ചെയ്തു എന്നതാണ് വസ്തുത. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ചരിത്രം പരിശോധിക്കപ്പെടുന്ന പോലെ തന്നെ മതപരമായ ഒരു നൂറ്റാണ്ട് അപ്പുറമുള്ള, 100 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രം വായിച്ചാൽ ഇന്നും മായാതെ മങ്ങലേൽക്കാതെ കിടക്കുന്ന, അവശേഷിക്കുന്ന കാര്യമാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിന്നിരുന്നു എന്ന ചരിത്രം. ജാറങ്ങളും മക്ബറകളും പ്രത്യേക സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെടുകയും ആ ജാറങ്ങളിലും മക്ബറകളിലും മറമാടപ്പെട്ടവർ മരണാനന്തരം പല നിലക്കും നമ്മളുമായി ഇടപെടാനും നമ്മളെ സഹായിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ സഫലമാക്കി തരാനും കഴിവുള്ളവരാണ് എന്ന നിലക്കുള്ള വിശ്വാസങ്ങൾ. മരണപ്പെട്ടവർക്ക് നമ്മളുമായി ബന്ധപ്പെടാൻ യാതൊരുവിധ കാരണങ്ങളും ഇല്ല എന്ന് ഗണ്യതമായി ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ ഒരാശയത്തിൽ നിന്ന് സമൂഹത്തെ അകറ്റുകയും അല്ലാഹുവിലേക്ക് വിളിക്കേണ്ടതിന് പകരം അല്ലാഹുവിൻ്റെ മഹത്വത്തെയും അവൻ്റെ വിശേഷണങ്ങളെയും അവൻ്റെ പ്രത്യേകതകളെയും
പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം മനുഷ്യനിർമ്മിത കേന്ദ്രങ്ങളുടെ പോരിശകളും മേന്മകളുമൊക്കെ പറയാനാണ് ആ കാലഘട്ടത്തിൽ മതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്ന് അവകാശപ്പെട്ടവർ ശ്രമിച്ചത്. നല്ലൊരു ശതമാനം ആളുകളെ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന മഹാപാപത്തിൽ തളച്ചിടാൻ, അതിന് അടിമപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരുന്നു? ഏറ്റവും പ്രധാന കാരണം അജ്ഞതയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അന്ന് കൃത്യമായി ഓതി പഠിപ്പിച്ചു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും അവർ മുതിർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ, അവിടുന്ന് സഹിച്ച ത്യാഗങ്ങൾ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അവിടുന്ന് ചെയ്ത പ്രയത്നങ്ങൾ, അത് പറഞ്ഞുകൊടുത്ത് ശിർക്കിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ അതിനു മാത്രം അറിവ് വ്യാപിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് കർമ്മശാസ്ത്രത്തിൽ പല വഴികളിലൂടെയും അറിവ് നേടിയവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർമ്മശാസ്ത്രത്തിലെ അറിവല്ല ഏറ്റവും ആദ്യം വേണ്ടത്, മറിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസകാര്യങ്ങളെക്കുറിച്ചും ആ വിശ്വാസ മേഖലകളിൽ വന്നിട്ടുള്ള വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും ആദ്യത്തിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരു വ്യത്യാസമായിരുന്നു അന്നത്തെ ആളുകളെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളച്ചിടാൻ ഏറ്റവും പ്രധാന കാരണമായത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ കാലഘട്ടത്തിലെ അവിശ്വാസികളുടെ സ്വഭാവം എടുത്തു പറഞ്ഞപ്പോൾ ബലിത്തബഅല്ലദീന ളലമു അഹ്വാഹും ബിഗൈരി ഇൽമിൻ, അല്ലാഹു നൽകിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി ഉൾക്കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ടു പോകാതെ തന്നിഷ്ടങ്ങളെയും ദേഹേച്ഛകളെയും പിൻപറ്റിയ ആളുകൾ, അവരാണ് ശിർക്കെന്ന അക്രമത്തിന് മുന്നിൽ നിന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ആയത്തുകളും ഓതിക്കൊടുക്കുമ്പോൾ അതൊരു കവിയുടെ വാക്കാണ്, ഒരു ഭ്രാന്തന്റെ വർത്തമാനമാണ്, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണ്, മാരണം ബാധിച്ചവന്റെ വാക്കുകളാണ് എന്ന നിലക്ക് ജനങ്ങളെ അതിൽ നിന്ന് അകറ്റാനായിരുന്നു അവർ ശ്രമിച്ചത്. അവർക്കറിയാത്ത ഭാഷയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുമ്പോഴേക്ക് ആ ആയത്തിലെ ആശയങ്ങളെ അറിയാനും മനസ്സിലാക്കാനും മാത്രം അവർക്ക് വശമുള്ള ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അതിനെ ഉൾക്കൊള്ളാനും ആ ആശയത്തിന് കീഴ്പ്പെടാനും അവർ തയ്യാറായിരുന്നില്ല. അവരുടെ ഇഷ്ടങ്ങളെയും അവർക്ക് കൈമാറി കിട്ടിയ കാര്യങ്ങളെയുമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഖുർആൻ പറഞ്ഞു, ഫമൻ യഹ്ദി മൻ അളല്ലല്ലാഹ് വമാ ലഹും മിൻ നാസിരീൻ. അല്ലാഹു നൽകുന്ന അറിവാകുന്ന വെളിച്ചത്തെ മാറ്റി പിഴവിന്റെ വഴിയിലേക്ക് ഓടിപ്പോകുന്ന ആളുകൾ, അല്ലാഹു നൽകിയ ഹിദായത്തിനെ സ്വീകരിക്കാതെ അതിനെ അവഗണിച്ചു പോകുന്നവർ, അവരെ നേർമാർഗത്തിൽ കൊണ്ടുവരാൻ, അവരെ വഴി നടത്താൻ, നല്ല നിലയിലേക്കാക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് യാതൊരു സഹായികളും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ഖുർആൻ വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി അല്ലാഹുവിനെ അനുസരിക്കുന്ന, ജീവിതത്തെ അവന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അടിമകൾ, അവർ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചും പറഞ്ഞു. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഏറ്റവും നല്ല നിലയിൽ നിലകൊള്ളുക. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ,
അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുള്ള ശുദ്ധമായ പ്രകൃതമാണ്. ആ പ്രകൃതത്തിൽ കളങ്കമില്ല, അതിൽ കാപട്യമില്ല, ശിർക്കാകുന്ന അക്രമം അതിലില്ല. നിർഭയത്വവും സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഏറ്റവും നല്ല പ്രകൃതമാണത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗത്തിലേക്ക് മുഖം തിരിക്കാനും ആ മാർഗത്തിലേക്ക് മനസ്സ് കൊടുക്കാനും ആ മാർഗത്തിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മരണം വരെ മുന്നോട്ട് പോകാനുമാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ സന്ദേശത്തിൽ നിന്ന് ഒരിക്കലും നാം പിറകോട്ട് പോകാൻ പാടില്ല. പല നിലക്കുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകും, അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാകും, ഭയപ്പെടുത്തലുകളുണ്ടാകും, ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷേ ഒരു നൂറ്റാണ്ടുകാലം രാവും പകലും വ്യത്യാസമില്ലാതെ അറിവുള്ള പണ്ഡിതന്മാർ ശിർക്കിന് നേരെ, അനാചാരങ്ങൾക്ക് നേരെ, അന്ധവിശ്വാസങ്ങൾക്ക് നേരെ പടപൊരുതിയത്, ശബ്ദിച്ചത്, അതിൻ്റെ കൃത്യമായ തുടർച്ചയാണ് നാം നടത്തുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളെയും പേടിക്കേണ്ടതില്ല. റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മുനീബീന ഇലൈഹി, പാപങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ വന്നുപോയ അബദ്ധങ്ങൾ വിട്ടുതരണം, ആ അബദ്ധങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം എന്ന മനസ്സോടുകൂടി റബ്ബിലേക്ക് മടങ്ങുകയും വത്തഖൂഹു, അവനെ സൂക്ഷിക്കുകയും വഅഖീമുസ്സലാത്ത്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായി മാറാതിരിക്കുകയും വേണമെന്നാണ് ഖുർആൻ നമ്മോട് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇതിൽ യാതൊരു വർഗീയതയുമില്ല, ഇതിലൊരു തീവ്രതയില്ല, ഒരു ഭീകരതയുടെ മുഖമല്ല ഇത്. ലോകത്തിന്റെ സട്ടാവിന് മാത്രം അവകാശപ്പെട്ടത് അവന് മാത്രം കൊടുക്കുക എന്നതിൽ എന്ത് ഭീകരതയാണ്, എന്ത് വർഗീയതയാണ്, എന്ത് അസഹിഷ്ണുതയാണ്? ഇതെങ്ങനെയാണ് പ്രശ്നമായി മാറുക? ഒരിക്കലും ഇല്ല. എന്നാൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി തുനിയുന്നവർ, അവർക്കെല്ലാം പ്രശ്നമായിരിക്കും. നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, ആ ഭരണഘടന അനുവദിച്ചിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾക്കനുസൃതമായി ഈ രാജ്യത്തിലെ പൗരന്മാർ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു രാജ്യം അതിൻ്റെ ഇടയിൽ കയറി വരികയും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നത് ഞങ്ങൾക്ക് മാന്യമായ ഒരു നിയമസംഹിതയുണ്ട്. അതനുസരിച്ച് പോകുന്ന ഞങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കണ്ട എന്ന് പറയൽ, അതെങ്ങനെയാണ് വർഗീയതയും ഭീകരതയും തീവ്രതയും കുഴപ്പമുണ്ടാക്കലുമായി മാറുക? അങ്ങനെ ചിത്രീകരിക്കപ്പെടുമ്പോൾ, മാറ്റപ്പെടുമ്പോഴല്ലാതെ അതൊരിക്കലും ആ രൂപത്തിലാവുകയില്ല. എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി വാദിക്കുന്നവരുടെ ഭാഗത്താണ് ന്യായമുള്ളത്, ശരിയുള്ളത്. ഇതാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അള്ളാഹുവിൻ്റെ അവകാശത്തെയാണ്, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതിനെയാണ്. അതിനെ വേറെ ഒരു പേരിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് മാറ്റിക്കൊടുക്കുക എന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക. സാധാരണക്കാരോട് നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ, മുസ്ലിയാക്കന്മാർ പറയാറുള്ളത്, നമ്മൾ ഒരിക്കലും മുഹീദ്ദീൻ ശൈഖ് റബ്ബാണ്, മമ്പുറന്തങ്ങൾ സ്രഷ്ടാവാണ്, അല്ലെങ്കിൽ CM മടവൂർ ലോകം നിയന്ത്രിക്കുന്ന എല്ലാറ്റിനും കഴിവുള്ള ആളാണ് എന്ന നിലക്ക് റബ്ബായി, ഖാലിഖായി, മാലിക്കായി അങ്ങനെ നമ്മൾ ആരെയും സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ആരാണ് CM മടവൂരിനെ റബ്ബാക്കുന്നത്? ഇവിടെ ആരാണ് മമ്പുറന്തങ്ങളെ റബ്ബാക്കുന്നത്? ഇവിടെ ആരാണ് മുഹീദ്ദീൻ ശൈഖിനെ റബ്ബാക്കുന്നത്? ഇവിടെ ആരാണ് ബദരീങ്ങളെ റബ്ബാക്കുന്നത്? അങ്ങനെ ഒന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ആരാധനയാവുക? ആരാധന എന്നത് റബ്ബിന് കൊടുക്കേണ്ടതല്ലേ? ഇവരൊന്നും റബ്ബല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അവർക്കുള്ള ആരാധനയായി മാറുക? ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്നവർ വിചാരിക്കും, ശരിയാണല്ലോ, ആരാ ഇവിടെ റബ്ബാക്കിയത്? ആരാ ഇവിടെ ഖാലിക്കാക്കിയത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഇതൊന്നും ശിർക്കല്ല. യാ മുഹിയുദ്ദീൻ, യാ അഹ്ല ബദർ, യാ CM മടവൂർ എന്ന് വിളിച്ചാൽ
അത് ശിർക്കല്ല. ആ വിളി അവർ കേൾക്കും, ആ വിളി അവരറിയും, അവരിങ്ങോട്ട് ഉത്തരം ചെയ്യും എന്ന നിലക്കുള്ള വിശ്വാസം ഈ നിലപാട് പ്രകാരം ശിർക്കാകുന്നില്ല. ആ നിലക്കാണ് പഠിപ്പിക്കപ്പെട്ടത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാദം, റബ്ബാണ് ഖാലിഖാണ്, ലാത്തയും ഉസ്സയും റബ്ബാണ്, ലാത്തയും ഉസ്സയും ഖാലിഖാണ് എന്ന് മക്കത്തെ മുശ്രിക്കിന് അങ്ങനെ ഒരു വാദമുണ്ടായിരുന്നോ? എവിടെയും കാണുകയില്ല, എവിടെയും കാണുകയില്ല. ലാത്തയെ നോക്കി ലാത്ത നീ റബ്ബാണ്, അതുപോലെ തന്നെ ഉസ്സ നീ റബ്ബാണ്, മനാത്ത നീ റബ്ബാണ് എന്ന് മക്കത്തെ ഒരു മുശ്രിക്കും പറഞ്ഞിട്ടില്ല. ആ നിലക്കൊരു വിശ്വാസം അവർക്കുണ്ടായിട്ടില്ല. മറിച്ചെന്തായിരുന്നു? ഈ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ നൽകപ്പെട്ട കഴിവിൽ നിന്ന് സഹായിക്കുന്നവരാണ്. യഥാർത്ഥ റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നവരാണ്. ആ റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. ഇതേ കാരണങ്ങളാണ് നമ്മുടെ നാട്ടിലും പഠിപ്പിക്കപ്പെട്ടത്. ഈ തെറ്റുദ്ധാരണ നീക്കുക എന്നതാണ് നാം നിർവഹിക്കുന്നത്. ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ അകപ്പെട്ടു പോയവരെ സത്യം പറഞ്ഞുകൊടുത്ത് മോചിപ്പിക്കുക എന്നതാണ് നമ്മുടെ പണി. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അത് പെട്ടെന്ന് ബോധ്യമാകും. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും, അള്ളാഹുവിന് അവകാശപ്പെട്ട ഓരോന്നിനെയും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും മുമ്പിൽ കൊണ്ടുപോയി വെച്ചല്ലോ. ആ പണി ചെയ്ത കാരണം ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഖുർആൻ പരിചയപ്പെടുത്തിയത് അവരുടെ ആലിഹത്ത്, അവരുടെ ആരാധ്യന്മാർ എന്ന നിലക്കാണ്. എന്തുകൊണ്ടാണ് ആരാധ്യന്മാർ എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത്? ആരാധ്യൻ ഇലാഹ് അള്ളാഹു ആണല്ലോ. ആ ഇലാഹിന്റെ ബഹുവചനമാണ് ആലിഹത്ത് എന്നത്. ഇവരെല്ലാം ആലിഹത്ത് എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുമ്പോൾ ബഹുദൈവാരാധന ഖുർആൻ പഠിപ്പിച്ചു എന്നാണോ? ബഹുദൈവാരാധന ഖുർആൻ പ്രോത്സാഹിപ്പിച്ചു എന്നാണോ? ബഹുദൈവാരാധനാ വിശ്വാസത്തിലേക്ക് ഖുർആൻ ജനങ്ങളെ വിളിക്കുന്നു എന്നാണോ? അല്ല. എന്തുകൊണ്ടാണ് ആലിഹത്ത് ആലിഹത്ത് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തിയത്? അല്ലെങ്കിൽ അൻദാദ്, സമന്മാർ, തുല്യർ എന്ന പ്രയോഗത്തിലൂടെ പരിചയപ്പെടുത്തിയത്? അള്ളാഹുവിന് മാത്രമായിട്ടുള്ള അവകാശത്തെ ഈ വസ്തുക്കൾക്ക് മുമ്പിൽ സമർപ്പിച്ചു എന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി തരാനാണ്. അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഏതൊരു വസ്തുവിൻ്റെ, ഏതൊരു സൃഷ്ടിയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും ആ വസ്തുവിന്റെ മുമ്പിൽ അർപ്പിച്ചാൽ അത് ആ വസ്തുവിനുള്ള ആരാധനയായി. ഇത് പഠിപ്പിക്കാനാണ് ആലിഹത്ത് എന്ന പ്രയോഗം ഖുർആൻ കൊണ്ടുവന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളെ മാത്രം പിൻപറ്റുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായാൽ, ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ, ഇസ്ലാമിന്റെ വിധികൾക്ക് മുമ്പിൽ, ഇസ്ലാമിന്റെ വിലക്കുകൾക്ക് മുമ്പിൽ അതൊന്നും എടുക്കാനും സ്വീകരിക്കാനും എനിക്ക് സൗകര്യമില്ല. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ താല്പര്യത്തിനും എൻ്റെ ഇച്ഛക്കുമനുസരിച്ച് ഞാൻ ജീവിക്കും, നിങ്ങൾ കണ്ടത് കൂട്ടിക്കൊള്ളൂ എന്ന് ഒരാൾ പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ കാര്യം എന്താണ്? അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു, തൻ്റെ ദേഹേച്ഛയെ ആരാധ്യനായി സ്വീകരിച്ചവനെ പ്രവാചകരെ നിങ്ങൾ കണ്ടോ എന്നാണ് ഖുർആന്റെ ചോദ്യം. എന്തിനാണ് അവിടെ ഇലാഹ എന്ന പ്രയോഗം കൊണ്ടുവന്നത്? ഇലാഹ് ആരാധ്യൻ അല്ലാഹു അല്ലേ? മനസ്സിന്റെ ഇഷ്ടങ്ങളെ പിൻപറ്റുന്ന ഒരാളുടെ അപകടത്തെ ബോധ്യപ്പെടുത്താൻ എന്തിനാണ് ആ പ്രയോഗം അവിടെ കൊണ്ടുവന്നത്? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധികൾക്ക് കീഴ്പ്പെടുക എന്നതിന് പകരം സ്വന്തം മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും കീഴ്പ്പെടാൻ ഒരാൾ മുതിരുമ്പോൾ റബ്ബിന് കൊടുക്കേണ്ട ഇഷ്ടത്തെ, റബ്ബിന് കൊടുക്കേണ്ട അനുസരണത്തെ, റബ്ബിന് കൊടുക്കേണ്ട വിധേയത്വത്തെ തൻ്റെ മനസ്സിന് കൊടുത്തു എന്നതാണ്. ആ നിലക്ക് എന്തായി? തൻ്റെ മനസ്സിനെ ആരാധിക്കലായി, തൻ്റെ മനസ്സിനെ പൂജിക്കലായി. അപ്പൊ നോക്കൂ നിങ്ങൾ, സ്വന്തം മനസ്സിന് കൊടുക്കൽ പോലും അപകടമാണെങ്കിൽ തേച്ച് മിനുക്കി ഉണ്ടാക്കിയ, വാർത്ത് പടുത്തുയർത്തി ഉണ്ടാക്കിയ
ഒരു സിമന്റ് കൂമ്പാരത്തിന്റെ, ഒരു ജാറത്തിന്റെ, ഒരു മഖ്ബറയുടെ മുമ്പിൽ കൊണ്ടുപോയി കാര്യങ്ങൾ സമർപ്പിക്കുന്നത്, അവിടെ പോയി ആവലാദികളും വേവലാദികളും പരാതികളും പ്രയാസങ്ങളും പരിഭവങ്ങളും പ്രശ്നങ്ങളും പറയുന്നത് പ്രശ്നമാണോ അല്ലയോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞ ലോകത്തിന്റെ മുമ്പിൽ നടത്തിയിട്ടുണ്ട്. ആ പ്രതിജ്ഞ യഥാർത്ഥ വിശ്വാസികൾ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിജ്ഞയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന തുല്യതയില്ലാത്ത മഹിതമായ മഹത്വരമായ ഒരാദർശം, ഈ ആദർശത്തിന്റെ, ഈ ആശയത്തിന്റെ യഥാർത്ഥ അവകാശികളും വക്താക്കളും വാഹകരുമായി ലോകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവർ അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്ന വിഭാഗം മാത്രമാണ്. വേറെ ഒരാൾക്കും കഴിയൂല. മുസ്ലിം നാമധാരികളായി ജീവിക്കുന്നവർക്ക് ആത്മാർത്ഥമായി ഇത് പറയാനും ഇത് അവകാശപ്പെടാനും നല്ലൊരു ശതമാനം മുസ്ലിം നാമധാരികൾക്ക് സാധിക്കുകയില്ല എന്നത് ഇക്കാലമത്രയും തെളിഞ്ഞു കണ്ട യാഥാർത്ഥ്യമാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ 400 വർഷം പഴക്കമുള്ള മുഹയ്യിദ്ദീൻ മാലക്ക് നിലനിൽപ്പുണ്ടാകൂല. കാരണം ആ മുഹയ്യിദ്ദീൻ മാലയിലൂടെ പഠിപ്പിക്കപ്പെട്ടത് തൗഹീദല്ല, ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളല്ല. കാരണം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇതാർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്? റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ്. മനസ്സിന്റെ ചലനവും അതിന്റെ അനക്കവും അതിന്റെ ഇളക്കവും അതിന്റെ അവസ്ഥയും അറിയാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി അല്ലാഹു മാത്രമാണ്. അത് വേറെ ആർക്കും അറിയില്ല. പ്രാർത്ഥിക്കുന്ന ഒരാളുടെ 2 ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വരുന്ന പദങ്ങൾ ഒരു പക്ഷേ അടുത്തിരിക്കുന്നവർ, അയാളെ കാണുന്നവർ കേട്ടു എന്ന് വരാം. പ്രാർത്ഥിക്കുന്നവന്റെ മാനസികാവസ്ഥ എന്താണെന്നറിയാൻ അടുത്തിരിക്കുന്നവനും ചേർന്ന് കിടക്കുന്നവർക്കും സഹവസിക്കുന്നവർക്കും ലോകത്തൊരാൾക്കും കഴിയില്ല എന്നത് അത്രയും ഉറച്ച ഒരു കാര്യമാണ്. ആ മനസ്സ് അല്ലാഹ്ക്കന്നെ അറിയുള്ളൂ. അത് ഖുർആൻ ഗണ്ഡിതമായി പറഞ്ഞ ഒരു കാര്യമാണ്. അതാണ് സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ. കേൾക്കുക എന്നത് പദങ്ങളെ കേൾക്കലല്ല, പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിനെ കേൾക്കലാണ്, പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിനെ അറിയലാണ്. അത് സഹോദരങ്ങളെ, മരിച്ചവർക്കോ ജീവിച്ചവർക്കോ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും തന്നെ സാധ്യമല്ല. നന്മയും തിന്മയും രേഖപ്പെടുത്തി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് പോലും പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സറിയാൻ കഴിയില്ല എങ്കിൽ വേറെ ഒരാൾക്കും സാധിക്കൂല. അത്ര വ്യക്തമായ കാര്യമാണ്. പക്ഷേ ആ മുഹയ്യിദ്ദീൻ മാലയിലെ ഓരോ വരികളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന് തീർത്തും എതിരാണ്. അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ്? മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് അതുമായി ബന്ധമുണ്ടോ? അദ്ദേഹം ആ വരികൾ കേട്ടതും പാടിയതുമായ ആളാണോ? അല്ല. അദ്ദേഹത്തിൻ്റെ കാലശേഷം എത്രയോ കഴിഞ്ഞ് 400 വർഷങ്ങൾക്കപ്പുറം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് അത് ദീനുമായി ബന്ധമല്ല. അത് എഴുതപ്പെടാനുള്ള കാരണം മുഹയ്യിദ്ദീൻ ഷെയ്ഖിന് അല്ല കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽപ്പെട്ടതാണ് ഇതൊക്കെ. അതിൽപ്പെട്ടതാണ് ഭൂമി ഉരുണ്ട ഫോൽ എൻ കയ്യിലെന്നോവർ. ഭൂമി ഉരുണ്ട പോലെ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് എപ്പോഴും ലൗഹിൽ മഹ്ഫൂദിലാണ്. ആലോചിച്ച് നോക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇങ്ങനെ ഒരു കാര്യം തമാശക്ക് പോലും സ്വഹാബത്തിനോട് ഞാനിതാ ലൗഹുൽ മഹ്ഫൂദ് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് ഇരിക്കുകയാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എനിക്കിതാ അദൃശ്യമറിയും മറഞ്ഞതറിയും എന്ന് പല പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്ന സമയത്ത് ആ പ്രശ്നവുമായി വരുന്നവരോട് നല്ല നിലക്ക് എന്നോട് പറഞ്ഞോളൂ,
എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട, മറഞ്ഞത് ഞാൻ അറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് സംശയമല്ല. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളിലും ഉത്തമരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവകാശപ്പെടാൻ അള്ളാഹു അവസരം കൊടുക്കാത്ത ഒന്ന് മുഹീദ്ദീൻ ശൈഖിന് കൊടുത്തു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നന്നായി ആലോചിക്കുക. ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ആരെയാണ് സ്വീകരിക്കേണ്ടത്? ആരിലാണ് വിശ്വസിക്കേണ്ടത്? ആരുടെ മാർഗത്തിലാണ് അടിയുറച്ച് ജീവിക്കേണ്ടത്? നന്നായി ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ആയത്ത് ഓതിയിട്ടാണ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, എനിക്ക് ഗൈബ് അറിയില്ലട്ടോ, എനിക്ക് അദൃശ്യം അറിയില്ല, അറിയുമെങ്കിൽ ഞാൻ ഒരുപാട് നന്മ അധികരിപ്പിക്കും. കണ്ടോ, അടുത്ത നിമിഷം വരാനുള്ളത് സംഭവിക്കാനുള്ളത് എന്താണെന്ന് അറിയാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ നന്മ അധികരിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തോതി സ്വഹാബത്തിനെ പഠിപ്പിച്ചതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഉയർത്തപ്പെടുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ജാറങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവർ എല്ലാം അറിയുന്നവരാണ്, കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്, അതിന് കഴിവ് നൽകപ്പെട്ടവരാണ് എന്ന നിലക്കാണ് അവരുമായി ബന്ധപ്പെട്ട വിശ്വാസം പ്രചരിപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തർക്കവുമായി വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളിൽ ആരാണോ കാര്യങ്ങൾ കൂടുതലായി നല്ല നിലയിൽ പറയുന്നത് അത് കേട്ടാണ് ഞാൻ വിധി പറയുക. അതുകൊണ്ട് ഉള്ളതുപോലെ പറയണം. ഇന്നമാ അന ബശർ, നിശ്ചയം ഞാൻ മനുഷ്യ പ്രകൃതമുള്ള ആളാണ്, എനിക്ക് ഗൈബൊന്നും അറിയില്ല. അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങളല്ലാതെ എനിക്കൊന്നും അറിയില്ല. ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിലപാട് നമ്മെ പഠിപ്പിക്കുന്നത് അവിടുന്ന് എല്ലാ അദൃശ്യങ്ങളും അറിയുമെന്ന് ജൽപ്പിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ്. അങ്ങനെ ജൽപ്പിക്കുന്നവർക്ക് ഈ ഹദീസ് വ്യക്തമായ മറുപടി നൽകുന്നു എന്ന് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഖാദി മുഹമ്മദി എഴുതിയ മാലപ്പാട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകാര്യമായി കിട്ടിയിട്ടുള്ള ഈ ഹദീസാണോ എടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലേക്ക് വരുന്നു, കുട്ടികൾ പാട്ട് പാടുന്നു. ആ പാട്ടിന്റെ വരികളിൽ വഫീനാ നബിയുൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, യഅലമു മാ ഫീ ഗദ്, നാളെയുടെ കാര്യങ്ങൾ അറിയുന്ന പ്രവാചകരാണ്. ആ വരി പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പുളകിതനായി, സന്തുഷ്ടനായി, ആനന്ദിച്ച് ചിരിച്ച് പാടൂ എന്നല്ല പറഞ്ഞത്, പ്രശംസിക്കൂ എന്നല്ല പറഞ്ഞത്. സ്വഹാബത്തിനെ വിളിച്ചിട്ട് അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്ക്, അത് പിന്നീട് ആവശ്യമുണ്ട് എന്നല്ല പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, പാടില്ല, ആ വരികൾ പാടില്ല, അതൊഴിവാക്കണം. അതിൻ്റെ മുമ്പ് വരെ പാടിയത് നിങ്ങൾ എടുക്കുക, പാടുക. അങ്ങനെ ഒരു കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. അവിടെയും ഇമാം അൽ ബുഖാരി ഉദ്ധരിച്ച ഏറെ പ്രസിദ്ധമായ എല്ലാവർക്കും അറിയുന്ന ആ സംഭവത്തെ വിശദീകരിക്കുന്നിടത്തും ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദൃശ്യമറിയും എന്ന് വാദിക്കുന്ന, അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഈ തിരുത്തലിൽ മറുപടിയുണ്ട്. ഈ തിരുത്തലിൽ മറുപടിയുണ്ട്. ഏതാണ് വേണ്ടത്? നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. സഹോദരങ്ങളെ, ഓരോരുത്തരെ പറ്റിയും പ്രശംസിക്കുന്ന, പാടി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അന്താളിച്ചു പോകുന്ന അവസ്ഥയാണ്. മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂർ എന്ന സമസ്തയുടെ വലിയുമായി, അവർ കാണുന്ന വലിയുമായി ബന്ധപ്പെട്ടാണല്ലോ സമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയുള്ളത്.
ആ വലിയന്റെ പോരിശകൾ പറഞ്ഞു പറഞ്ഞ് മടവൂർ റബ്ബാണ് എന്നിടത്തേക്ക് വരെ എത്തി. റബ്ബാണ് മടവൂർ. റബ്ബ് എന്ന വാക്ക് കേട്ടാൽ തന്നെ ഏതൊരു സാധാരണക്കാർക്കും അറിയാലോ, അത് ഒരടിമയിലേക്കും മുത്തുലക്കായി നിരുപാധികം ചേർത്ത് വെക്കാൻ പറ്റാത്ത ഇസ്മാണ്, അള്ളാന്റെ മാത്രമാണ്. ആ ഇസ്മിനെ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാട്ടിലൂടെ പാടി പറയുന്നത്. കുറെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു സമസ്തയുമായി ബന്ധമില്ല, സമസ്തക്കത് എടുക്കാനും കൊള്ളാനും കഴിയില്ല, ഞങ്ങളവരെ തിരുത്തുന്നു, ഞങ്ങളവരെ ശാസിക്കുന്നു, അവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങളുമായി അവർക്ക് ബന്ധമില്ല, അങ്ങനെയൊക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയൂല. സമസ്തയുടെ സ്ഥാപിത കാലം മുതൽ പഠിപ്പിക്കപ്പെട്ടതും എഴുതപ്പെട്ടതുമായ ആശയം എന്താണ്? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും എന്തിനും ഏതിനുമുള്ള കഴിവ് വേണ്ടുവോളം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മരണശേഷം അവരെ ശക്തി കൂടുകയാണ്. ജീവിച്ചിരുന്ന കാലം പോലെയല്ല, ശക്തി വർദ്ധിക്കുകയാണ്. എന്തിനും ഏതിനും കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമല്ലല്ലോ, അവർക്ക് എന്തുമാകാം, ഏത് രൂപത്തിലേക്കുമാകാം. അതുകൊണ്ടാണ് സി എം മടവൂരിനെ കുറിച്ച് പറഞ്ഞ് അവസാനം സി എം മടവൂർ ഹയ്യാണ്, ഖയ്യൂമാണ് എന്നുവരെ പറഞ്ഞു. അള്ളാഹുവിന്റെ നാമങ്ങൾ മുഴുവനും വകവെച്ചു കൊടുത്തു. അൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാം, ആ നാമങ്ങളൊക്കെ വകവെച്ചു കൊടുത്തു. അവസാനം പറഞ്ഞു അബ്ദില്ല, അബ്ദ് എന്ന് പറയാൻ പറ്റൂല, അബ്ദ് വിട്ട സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ അടിമ എന്ന പരിധി വിട്ടു. അടിമ എന്ന പരിധി വിട്ടാൽ ആരാണ്? പിന്നെ ഉടമയാണ്. ഇതങ്ങനെ പലരും പാടി പ്രശംസ നടക്കുന്നു. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത പുസ്തകത്തിൽ വരെ ഉള്ളതെന്താ? അന മുദബ്ബിറുൽ ആലം, ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. മുദബ്ബിർ ആരാണ്? അല്ലാഹുവാണ്. ആ കഴിവ് വരെ ആർക്ക് കൊടുത്തു? ഈ മരണപ്പെട്ടുപോയ അവരുടെ സങ്കല്പത്തിലെ വലിയന് കൊടുത്തു. മാത്രവുമല്ല, അകലെയും അടുത്തുള്ളതും കേൾക്കാനും അറിയാനും കഴിവുള്ള ആളാണ്. സമീ ആണ്, അലീമാണ്. ദാനവ ഭാനു, അടുത്തുള്ളവരാകട്ടെ അകലെയുള്ളവരാകട്ടെ അവരെ കേൾക്കാനും അറിയാനും കഴിവുള്ള ആളാണ് ഞാൻ എന്ന് സി എം മടവൂർ പറഞ്ഞു എന്ന് ആര് അവതാരിക എഴുതി കൊടുത്ത പുസ്തകത്തിൽ? കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത പുസ്തകത്തിൽ. അപ്പൊ സഹോദരങ്ങളെ, ഇതങ്ങനെ പിടുത്തം വിട്ടു പോകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ എന്തിന്മേണ്? കൊടുത്ത കഴിവ്. അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെടുമോ? അവിടുന്ന് പരീക്ഷിക്കപ്പെടുമോ? കൊടുത്ത കഴിവ് എന്നത് ഇസ്ലാമിന്റെ ഒരു നിയമമാണെങ്കിൽ, അതാണ് മുഅ്ജിസത്തും കറാമത്തുമെങ്കിൽ, അതിന്റെ ആദ്യ അവകാശി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? എന്താ അവിടുന്ന് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ്? എനിക്ക് അല്ലാഹു തന്ന കഴിവുണ്ട്, അതുകൊണ്ട് ശത്രുക്കളെ തടയാം, അവരെ പ്രതിരോധിക്കാം എന്ന് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്യാതിരുന്നത്? അങ്ങനെ ഒന്നില്ല. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളാൽ കഴുത്തു ഞെരുക്കി കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അബൂലഹബ് തന്റെ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞു, ആരാണ് മുഹമ്മദിനെ കൊല്ലുക? ആരാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദിനെ പ്രയാസപ്പെടുത്തുക? ഒരാൾ മുന്നോട്ട് വരികയാണ്. അയാൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കുകയാണ്. അവിടുന്ന് കുതറി ഓടാൻ കഴിയുന്നില്ല, രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ആ രംഗം കണ്ടുവരികയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകത്വത്തിന് ശേഷമാണ്, ഇസ്രാ മിഅ്റാജ് യാത്രക്ക് ശേഷമാണ്. മുഅ്ജിസത്ത് എന്ന അത്ഭുതകരമായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്.
എന്തേ? കൊടുത്ത കഴിവ്, എനിക്ക് കിട്ടിയ കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ശത്രുക്കളെ പറത്താം, ഞാൻ രക്ഷപ്പെട്ടോളാ എന്നാണോ അവിടുന്ന് പറഞ്ഞത്? അല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുടക്കം പറഞ്ഞു, അതഖ്തുലൂന റജുലൻ, ഒരാളെ നിങ്ങൾ കൊല്ലുകയാണോ? അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിച്ച ഒരാളെയാണോ നിങ്ങൾ കൊല്ലുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഉഹുദിന്റെ രണാങ്കണം, ഇസ്ലാമിന് വിജയം കിട്ടി എന്ന നിലക്ക് സ്വഹാബത്ത് സന്തോഷിക്കുകയാണ്. ആ സമയത്ത് അപ്രതീക്ഷിതമായി പിറകിലൂടെ ശത്രുക്കൾ കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അമ്പെയ്തു. അവിടുന്ന് ശരീരത്തിൽ മുറിവേറ്റു, പല്ലുകൾ പൊട്ടി, അവിടുന്ന് കുഴിയിൽ വീണു. കപടന്മാർ പറഞ്ഞു മുഹമ്മദ് മരിച്ചു. ആ നിലക്ക് പ്രചരിപ്പിച്ചു. സ്വഹാബത്തുകൾക്ക് പേടി അധികമായി. അവർ പേടിച്ച് വിറക്കാൻ തുടങ്ങി. കാരണം അവരെക്കാളേറെ അവർ സ്നേഹിക്കുന്ന, അവരെക്കാളേറെ അവർ കാവലിരുന്ന അവരുടെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന വാർത്ത അവരെ കാതുകളിൽ കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത പേടിയായി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഉപദ്രവം തടുക്കാനും ഉപകാരമെടുക്കാനും സ്വയം കഴിയുമെങ്കിൽ അത് ഉഹുദിന്റെ വേളയിൽ തെളിയണമായിരുന്നു. ഈ ശത്രുക്കളെ തടഞ്ഞ് ഉപദ്രവം തടുക്കാനും അപ്രതീക്ഷിതമായി വന്ന ശത്രുക്കളെ തുരത്തിയോടിച്ച് ഉപകാരമെടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എന്തേ കാരണം? സ്വയം കഴിവ് എന്ന വ്യാജ കാര്യം അന്നില്ല, അതില്ല. അത് മക്കത്തെ മുശ്രിക്ക് ഉണ്ടാക്കുകയും സൂഫികളിലൂടെ ഷിയാക്കളിലൂടെ കൈമാറി വരികയും ചെയ്ത ഒരു സിദ്ധാന്തമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹം പഠിപ്പിക്കപ്പെട്ട നിലപാടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്? അവിടുന്ന് പ്രഖ്യാപനം, പുൽപ്രവാചകരെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഉറപ്പായും എന്റെ റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുക, വലാ ഉശ്രികു ബിഹി അഹദാ, ഒന്നിനെയും ഞാൻ അവനിൽ പങ്കു ചേർക്കുകയില്ല. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കൂല. എന്റെ പ്രാർത്ഥനയും എന്റെ ഇടതേട്ടവും വിപൽഘട്ടങ്ങളിൽ എന്നല്ല, ഏതൊരു സമയത്തെ സഹായത്തേട്ടവും എന്റെ റബ്ബിനോട് മാത്രമേ ആകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം, ഈ ആയത്തോതി സമൂഹ മധ്യത്തിൽ നടത്താൻ നമ്മുടെ നാട്ടിലെ സമസ്ത ഉസ്താദുമാർക്ക് സാധിക്കുമോ? ഇല്ല എന്നുറപ്പാണ്. എന്തേ കാരണം? സമസ്ത രൂപീകരിക്കപ്പെട്ട് 10 വർഷങ്ങൾക്കകം അവർ പാസാക്കിയ ശ്രദ്ധേയമായ ഒരു പ്രമേയമുണ്ടായിരുന്നു. ആ പ്രമേയം ഇന്നും അവർക്ക് അന്തസ്സും അഭിമാനവുമാണ്. അവരുടെ ആശയത്തിന്റെ, ആദർശത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭരണഘടനയായി അവർ കൊണ്ടു നടക്കുന്ന പ്രമേയമാണത്. ആ പ്രമേയത്തിന്റെ ആദ്യ വരികൾ, മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ ഇടയിൽ വെച്ചുകൊണ്ട് ഈ പ്രവാചകന്റെ ഹക്ക് കൊണ്ട്, പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്, വലിയന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ, രക്ഷിക്കണേ എന്ന നിലക്കുള്ള തേട്ടം അവിടെ നിൽക്കുന്നില്ല. നേരിട്ട് വിളിക്കൽ. നേരിട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യാ നബിയല്ലാഹ്, യാ വലിയല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ സയ്യിദനാ, യാ ശൈഖനാ, ഈ നിലക്കുള്ള വിളികളാണ്. അതാണ് വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി, ഒഴിഞ്ഞിരുന്നു കൊണ്ട് 1000 തവണ എന്റെ പേര് വിളിച്ചാൽ, യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊഴിഞ്ഞിരുന്നു കൊണ്ട് 1000 തവണ ആ വിളിക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. അജബതഹു മുസ്രിആ, എളുപ്പത്തിൽ ഞാൻ ഉത്തരം കൊടുക്കും. ആരെക്കുറിച്ച്? മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച്. ആ നേരിട്ട് വിളിക്കൽ. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ അമ്പിയാക്കളിൽ? വിപൽഘട്ടങ്ങളിൽ
പ്രയാസഘട്ടങ്ങളിൽ നിദാഅൻ ഖഫിയ്യാ. ആരെക്കുറിച്ചാ പറഞ്ഞത്? പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞെടുത്ത് നിദാഅൻ ഖഫിയ്യാ, ആത്മാർത്ഥമായ ആ ഉള്ളിലെ വിളി ആരോടായിരുന്നു? ആരോടായിരുന്നു? അല്ലാഹുവിനോടായിരുന്നു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം വഅയ്യൂബ ഇതിനാദാ റബ്ബഹു, തന്റെ റബ്ബിനെയാണ് വിളിച്ചത്. നോക്കൂ നിങ്ങൾ, വഅന്നീ മസ്സനിയൽ ദുർറ്, എനിക്കിതാ ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, പ്രയാസം ബാധിച്ചിരിക്കുന്നു. യാ അർഹമർ റാഹിമീൻ എന്നാ പറഞ്ഞത്. അപ്പൊ നേരിട്ട് വിളിക്കൽ. പിന്നെയോ സഹായത്തിനപേക്ഷിക്കൽ, ഇസ്തിഗാസ, അത് പാടുണ്ടോ? ഇല്ല. ഇതൊക്കെ ആരോടേ പറ്റുള്ളൂ? അള്ളാഹിനോട്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ മർമ്മം. ഈ മർമ്മത്തിൽ നിന്ന് തെറ്റുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വീണ്ടും അവിടുന്ന് പറഞ്ഞു, കുൽ പ്രവാചകരെ പറയുക, ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ, ഒരു നന്മയെ കീഴ്പ്പെടുത്താൻ, ഒരു തിന്മയെ തടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, അല്ലാഹുവിൽ നിന്ന് എനിക്ക് അഭയം തരാൻ ഒരാളും തന്നെയില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ, അല്ലാഹുവിന് പുറമേ ഒരു അഭയവും എനിക്കില്ല. സഹോദരങ്ങളെ, എത്ര വ്യക്തമാണ് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മാത്രം അവകാശത്തെ ഏത് പേരിട്ട് എന്ത് രൂപത്തിൽ ആർക്ക് മുമ്പിൽ കൊടുത്താലും അതിൻ്റെ പേരാണ് ശിർക്ക്. ആ ശിർക്ക് വന്നു കഴിഞ്ഞാൽ നിർഭയത്വമില്ല, പരലോക നഷ്ടമാണ്, നരകം നിർബന്ധമാണ്, സ്വർഗം കിട്ടുകയില്ല, ചെയ്തു കൂട്ടിയ നന്മകൾ പോലും പൊളിഞ്ഞു പോകും, എവിടെയും അഭയമില്ലാതെ പിടുത്തം വിട്ട അവസ്ഥയായിരിക്കും. ഈ പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ കാര്യത്തിൽ ഒരാളെയും നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം എല്ലാവർക്കും വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നിയമമാണ്, സംഹിതയാണ് ഇസ്ലാമിൻ്റെ ആരാധന എന്നുള്ളത്. അത് കൃത്യമായി ഉറപ്പിച്ച് മരണം വരെ നമ്മുടെ തേട്ടവും ചോദ്യവും എല്ലാം, തവക്കുലും നേർച്ചയും എല്ലാം അത് റബ്ബിന് മാത്രം നൽകി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായിട്ടുള്ള ശിർക്കിൻ്റെ ഓരോ വഴികളെ, ആ വഴികളെ പേടിക്കാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനും അതിനെ അകറ്റാനും വിശ്വാസികളായ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.